ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സമോസയാണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമോസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാം. ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇടാം. ഇനി ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരല്പം കറിവേപ്പില ഇടാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം. നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോള എല്ലാം നന്നായിട്ടൊന്ന് വാടി വരുമ്പം നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ക്യാരറ്റ് ഇടാം. ഇനി ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അധിക സമയമൊന്നും എടുക്കില്ല. നമ്മൾ ചെറുതായിട്ട് ക്യാരറ്റ് അരിഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 1 എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ മസാല ഈ കൂട്ടിലെല്ലായിടത്തും നമുക്ക് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സമോസയുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സമോസയുടെ ഷീറ്റ് റെഡിയാക്കിയെടുക്കാം. സമോസ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഷീറ്റ് കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇനി അത് സമോസയുടെ ഷേപ്പിൽ എങ്ങനെയാണ് മടക്കിയെടുക്കണേ നോക്കാം. അപ്പോൾ ഇതാണ് സമോസയുടെ ഷീറ്റ്. നമുക്ക് ഈ ഷീറ്റ് ഈ കോർണറിൽ നിന്നും ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിൽ അങ്ങോട്ടൊന്നും അല്പം മടക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ മൈദ അല്പം വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് ഈ സൈഡിലൊന്ന് അല്പം തേച്ച് കൊടുക്കാം. അപ്പോൾ മൈദ ഞാനിവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് ഇങ്ങോട്ട് മടക്കി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു സമോസയുടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ ശരിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ടൈറ്റ് ആക്കിയിട്ട് ഇടണ്ട. അപ്പം കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ നിന്നും ഇത് അങ്ങോട്ട് നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ ആ മടക്കി വെക്കുന്ന ആ പോർഷനിലും കൂടി നമ്മൾ മൈദ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗവും നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾക്ക് മിച്ചം വരുന്ന പോർഷനിലും മൈദ തേച്ചതിന് ശേഷം അത് തിരിച്ച് ഇങ്ങോട്ട് മടക്കാം.
മടക്കിയതിന് ശേഷം ഏതെങ്കിലും ഭാഗത്ത് വിടവുണ്ടെങ്കിൽ ആ സൈഡ് നമുക്ക് മൈദ ഉപയോഗിച്ച് ഫില്ലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇത് വറക്കാനിടുന്ന സമയത്ത് എണ്ണ ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗവും നമ്മൾ മൈദ തേച്ച് ഫില്ലാക്കുന്നത്. അപ്പം നമ്മൾ സമോസ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ കുറച്ച് സമോസ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായി വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സമോസ എണ്ണയിലോട്ട് ഇടാം. അപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സമോസ റെഡിയാവും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സമോസ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമോസ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.